നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി എല്ലാവർക്കും പട്ടയം ഉറപ്പാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വീഡിയോ ചിത്രീകരണം പാടില്ലെന്ന CMD ശ്രീറാം വെങ്കിട്ടരാമന്റെ സർക്കുലറിനെതിരെ പ്രതിഷേധവുമായി യുവമോർച്ച. ഹിന്ദുത്വ അജണ്ട ഭരണഘടന മാറ്റാതെ നടപ്പാക്കാമെന്ന അഹങ്കാരമാണ് BJPക്കെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP. ജില്ലാ ഭിന്നശേഷി കായികോത്സവം ഫെബ്രുവരി 24-നും 26-നും വെസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൗണ്ടിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഭൂരഹിതരെ കണ്ടെത്തി ഭൂമിയുടെ ഉടമകളാക്കി ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി എല്ലാവർക്കും പട്ടയം ഉറപ്പാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായി ജില്ലാതല പട്ടയ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടയമേളയുടെ ഭാഗമായി ജില്ലയിൽ 2619 പേർക്കാണ് പട്ടയം നൽകിയത്. ഇനിയും ലഭിക്കാൻ ബാക്കിയുള്ളവർക്ക് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പട്ടയം നൽകാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നു വരികയാണെന്ന് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത പാവപ്പെട്ട കർഷകർക്ക്, പാവപ്പെട്ട കുടിയിരിപ്പുകാർക്ക് പട്ടയം ലഭിക്കുക എന്നുള്ളത് ഇന്ന് ഈ കോഴിക്കോട് ജില്ലയിൽ 2819 പേർക്കാണ് പട്ടയം നൽകുന്നത്. ബാക്കിയുള്ളവർക്കും താമസിയാതെ നൽകുന്നതിനുള്ള പരിപാടികൾ ത്വരിതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മലയോര മേഖലയിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൂട്ടായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമപ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ പരിഹരിച്ചുകൊണ്ടും വികസന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടും കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിൽ കോവൂർ P. കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ MLA-മാരായ TP രാമകൃഷ്ണൻ, അഹമ്മദ് ദേവർകോവിൽ, കാനത്തിൽ ജമീല, KP കുഞ്ഞമ്മദ്കുട്ടി, KM സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ്, ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ് അനൌദ്യോഗിക അംഗം TK രാജൻ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, LA ഡെപ്യൂട്ടി കളക്ടർ PN പുരുഷോത്തമൻ, തഹസിൽദാർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വീഡിയോ ചിത്രീകരണം പാടില്ലെന്ന CMD ശ്രീറാം വെങ്കിട്ടരാമന്റെ സർക്കുലറിനെതിരെ പ്രതിഷേധവുമായി യുവമോർച്ച. സപ്ലൈകോയുടെ ഉള്ളിൽ കയറി വീഡിയോ എടുത്തുകൊണ്ടായിരുന്നു പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് ജിബിൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യാനാകാതെ നട്ടം തിരിയുന്ന സപ്ലൈകോ വിൽപ്പനശാലകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കരുതെന്ന CMD ശ്രീറാം വെങ്കിട്ടരാമന്റെ പ്രസ്താവനയ്ക്കെതിരെ കോഴിക്കോട്ട് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോയുടെ ഉള്ളിൽ കയറി വീഡിയോ എടുത്ത് പ്രതിഷേധിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ജുബിൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി വിഷ്ണു പയ്യാനക്കൽ, അതുൽ പെരുവട്ടൂർ, ജില്ലാ സെക്രട്ടറി രാകേഷ് പാപ്പി എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജിതേഷ്, വൈഷ്ണവേഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ വിജിത്ത് ബേപ്പൂർ, ഷൈവിൻ ചേളന്നൂർ, പ്രവീൺ പുതിയോട്ടിൽ, ശബരി മണ്ടയാട്, സെക്രട്ടറിമാരായ സൂരജ് ബേപ്പൂർ, മിഥുൻ മാനാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഹിന്ദുത്വ അജണ്ട ഭരണഘടന മാറ്റാതെ നടപ്പാക്കാമെന്ന അഹങ്കാരമാണ് BJPയെ നയിക്കുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP. മുതലക്കുളത്ത് LDF സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗോഡ്സെയെ അഭിനന്ദിച്ച NIT അധ്യാപിക ഷൈജ ആണ്ടവനെ പുറത്താക്കുക, ന്യൂനപക്ഷ ആരാധനാലയങ്ങൾക്കെതിരായ നീക്കം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF ജില്ലാ കമ്മിറ്റി മുതലക്കുളത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എല്ലാ കാലത്തും മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ബാബരി മസ്ജിദ് തകർത്ത അദ്വാനിക്കും കൂട്ടുനിന്ന നരസിംഹറാവുവിനും BJP സർക്കാർ ഭാരതരത്ന നൽകി ആദരിച്ചത് അതിനാലാണ്. പാഠപുസ്തകങ്ങളിൽ നിന്നും മതനിരപേക്ഷ പാഠഭാഗങ്ങൾ പൂർണ്ണമായി മാറ്റുകയാണെന്നും ചരിത്ര ഗവേഷണ കൗൺസിലിനെ പൂർണ്ണമായും RSS വൽക്കരിച്ചെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. അവർക്ക് നൽകേണ്ട മാർക്കിൽ കുറവ് വന്നാൽ അവരുടെ ഭാവി ജീവിതം അവസാനിക്കും. അതുകൊണ്ട് വളരെ അച്ചടക്കത്തോടെ വിദ്യാഭ്യാസത്തിൽ മുഴുകുന്നവരാണ് അവിടുത്തെ കുട്ടികൾ. അവിടെയാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ഒരു കൂട്ടം ആളുകൾ വർഗീയമായ മുദ്രാവാക്യം വിളിയുമായി വരുന്നത്, ചേരിതിരിഞ്ഞ മുദ്രാവാക്യവുമായി. അതിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചവർ ഭാരതത്തിന്റെ സംസ്കാരവും നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. അതിനാണ് ഒരു കുട്ടിയെ അധികൃതർ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ അപ്രതീക്ഷിതമായി സാധാരണ നിലയിലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും ഇല്ലാത്ത ക്യാമ്പസിൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഈ സസ്പെൻഷനെതിരെ പരിപാടിയിൽ LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഹരിയാനയിൽ കർഷക സമരത്തിനിടെ വെടിയേറ്റ് മരിച്ച യുവ കർഷകന്റെ വേർപാടിൽ അനുശോചിച്ചു. KT കുഞ്ഞിക്കണ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേയർ ബീന ഫിലിപ്പ്, MLAമാരായ TP രാമകൃഷ്ണൻ, KP കുഞ്ഞമ്മദ്കുട്ടി, PTA റഹീം, അഹമ്മദ് ദേവർകോവിൽ, കാനത്തിൽ ജമീല, KM സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ ഭിന്നശേഷി കലോത്സവം ഫെബ്രുവരി 24-നും 26-നും വെസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. വിവിധ വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി 300ഓളം കുട്ടികൾ പങ്കെടുക്കും. കേരള സ്പോർട്സ് കൌൺസിൽ, കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് കായികോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതുവരെ സാധ്യമാവാതെ പോയതാണ് സ്കൂൾ ഗ്രൗണ്ടിൽ കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ, കായിക പരിപാടികൾ നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൻ്റെ അകത്ത് ക്ലാസ് മുറിയിലോ പുറത്തോ അതിൽ പങ്കാളികളാവാൻ കഴിയാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ ഇക്കാലം വരെയുണ്ട്. കാരണം മറ്റെല്ലാ മേഖലയും ഇൻക്ലൂഷൻ സാധ്യമാക്കി എപ്പോഴും നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ അവരെ ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ പലപ്പോഴും സാധിക്കാതെ പോയി. ആ പ്രശ്നത്തിന് കൂടി നമ്മൾ അഡ്രസ് ചെയ്യാൻ പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ മറ്റു കുട്ടികളോടൊപ്പം കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ജില്ലാതല മത്സരങ്ങൾ ഫെബ്രുവരി 24, 26 തീയതികളിലായി നടക്കും. 15 BRCകളിൽ നടന്ന കായികോത്സവത്തിൽ മികവ് തെളിയിച്ച 300ഓളം കുട്ടികളാണ് വെസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ജില്ലാ മേളയിൽ പങ്കെടുക്കുക. ഫുട്ബോൾ, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ഹാൻഡ്ബോൾ, റിലേ, സ്റ്റാൻഡിംഗ് ജമ്പ്, ബോൾ ത്രോ എന്നീ ഇനങ്ങളിലാണ് മത്സരം. പരിമിതികളാൽ കായിക മത്സരങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന കുട്ടികൾക്ക് അവസരമൊരുക്കി അവരെ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റുക എന്നതാണ് മേളയുടെ ലക്ഷ്യം. പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരും തെരഞ്ഞെടുക്കപ്പെട്ട സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുമാണ് ഇൻക്ലൂസീവ് കായികോത്സവത്തിന് നേതൃത്വം നൽകുകയെന്ന് SSK കോഴിക്കോട് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, SSK കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം ഓഫീസർ VT ഷീബ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സജിൻ കുമാർ V തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ഗ്രാമീൺ ബാങ്ക് വിദ്യാഭ്യാസ ലോൺ പീഡനം അവസാനിപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ വായ്പ എടുത്തവർ ആവശ്യപ്പെട്ടു. നാഷണൽ ബാങ്കുകളിലേതുപോലെ ലോൺ എടുത്തവരിൽ നിന്നും മുതൽ സംഖ്യയുടെ പലിശയും പിഴ പലിശയും ഒഴിവാക്കി 60% ഈടാക്കുന്ന രീതി ഗ്രാമീൺ ബാങ്കും പിന്തുടരണമെന്നും അവർ ആവശ്യപ്പെട്ടു. പ്രസവിച്ചു കിടക്കുന്ന മകളുടെ അടുത്തുവരെ ഇവർ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കുട്ടിയെ തെറ്റായ വിവരങ്ങൾ ധരിപ്പിച്ച് കുട്ടിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുകയും ലോൺ പുതുക്കാനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ലോൺ പുതുക്കൽ സംവിധാനം വിദ്യാഭ്യാസ ലോണിലുണ്ടോ എന്നുകൂടി കുട്ടിക്ക് അറിയില്ല. രക്ഷിതാവില്ലാത്ത സമയത്താണ് വീട്ടിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത്. കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്നും വിവിധ കാലയളവിൽ കുട്ടികളുടെ വ്യത്യസ്ത പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വിദ്യാഭ്യാസ ലോൺ എടുത്ത കുടുംബങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഗ്രാമീൺ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ക്രൂര സമീപനം അവസാനിപ്പിക്കണമെന്ന് രക്ഷിതാക്കളുടെ യോഗം ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെട്ടു. വായ്പയെടുത്ത ആളും ബാങ്കും തമ്മിലുള്ള അഗ്രിമെന്റ് അനുസരിച്ചല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. കേന്ദ്ര മനുഷ്യ വിഭവശേഷി മന്ത്രാലയം വിദ്യാഭ്യാസ ലോൺ എടുത്ത വിദ്യാർത്ഥികൾക്ക് സബ്സിഡി ഇനത്തിൽ വലിയ തുക ബാങ്കുകൾക്ക് നൽകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ മറച്ചുവെച്ച് പിഴ പലിശയിൽ സബ്സിഡി തുക കുറവ് വരുത്തുകയാണ് ബാങ്ക് അധികൃതർ ചെയ്യുന്നത്. 4 ലക്ഷം ലോൺ എടുത്ത ഒരാൾക്ക് 15 ലക്ഷത്തിലധികം രൂപയാണ് ബാങ്ക് ഡിമാൻഡ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. മുതൽ സംഖ്യയുടെ 60% തുക തിരിച്ചടയ്ക്കാൻ തീരുമാനമുണ്ടാകണമെന്നും ഇക്കാര്യത്തിൽ അനുകൂല നടപടികൾ ഉണ്ടാകണമെന്നും രക്ഷിതാക്കൾ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് TK വിജയൻ, രവി പൊറ്റയിൽ, രാധ TM, NK ഗോപാലകൃഷ്ണൻ, വാസുദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കർഷകരിൽ നിന്നും 68 കോടിയുടെ പച്ചക്കറികളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിന് വ്യാപാരികളും വ്യാപാര സംഘടനകളുമായി ധാരണാപത്രം ഒപ്പിട്ടു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ആത്മയും സംയുക്തമായാണ് കരാർ ഒപ്പിട്ടത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിളവുകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വ്യാപാര മേഖലയെ പരിചയപ്പെടുത്തുന്നതിനും വിപണനം ചെയ്യുന്നതിനും സംഘടിപ്പിച്ച ബിസിനസ് ടു ബിസിനസ് മീറ്റിലാണ് 68 കോടിയുടെ വിൽപ്പന ലക്ഷ്യമിട്ട് ധാരണാപത്രം ഒപ്പിട്ടത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത കർഷകർ, കൃഷിക്കൂട്ടങ്ങൾ, കർഷക ഗ്രൂപ്പുകൾ, FPO, MPC എന്നിവരുടെ കാർഷിക വിളകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വ്യാപാര മേഖലയെ പരിചയപ്പെടുത്തുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള അവസരം ഇതിലൂടെ ലഭിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. കൃഷി എന്ന് പറയുന്നത് ലോകമുള്ള കാലത്തോളം നശിക്കാത്ത, നഷ്ടപ്പെടാത്ത ഒരു മേഖലയാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഭക്ഷണം ലോകത്തുള്ള കാലത്തോളം കൃഷിയുടെ പ്രാമുഖ്യം കുറഞ്ഞു പോവുകയില്ല. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും എല്ലാം കൃഷി വകുപ്പ് ഈ ഒരു കാര്യത്തെ ബോധ്യപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ലോകത്തെ വൻകിട ആഗോള കുത്തക കമ്പനികളെല്ലാം ഈ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരവരുടെ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണം അവർ ചിലവഴിക്കാനല്ല, അവർക്ക് പണം ലാഭമുണ്ടാക്കാൻ കഴിയുന്ന, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന മേഖല എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK നാസർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ AR സുരേഷ് ധാരണാപത്രം കൈമാറി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സമിതി ചെയർപേഴ്സൺ VP ജമീല, കോർപ്പറേഷൻ വികസനകാര്യ സമിതി ചെയർപേഴ്സൺ OP ഷിജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബംഗ്ലാവ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം 5 ദിവസങ്ങളിലായി നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എടവലത്ത് പൊടയൂർമന കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ഭക്തർക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും വർദ്ധിക്കാൻ അനുഗ്രഹം നൽകി വാഴുന്ന ദേവീ ചൈതന്യമാണ് ബംഗ്ലാവ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേത്. നൃത്തപരിപാടികളും പാണ്ടിമേളവും മ്യൂസിക്കൽ നൈറ്റും തായമ്പകയും ഫ്യൂഷൻ ഗാനമേളയും മഹോത്സവത്തിന് മാറ്റുകൂട്ടി.
കണ്ണഞ്ചേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട വർണ്ണാഭമായ ആഘോഷവരവിൽ ഗജവീരൻ കുട്ടൻകുളങ്ങര അർജുനൻ തിടമ്പേറ്റി. ഏറ്റവും പ്രാധാന്യത്തോടെ വൃശ്ചിക മാസത്തിലെ മണ്ഡല മഹോത്സവവും തുടർന്ന് കുംഭമാസത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. 5 ദിവസങ്ങളിലായി നടന്ന പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കുടയൂർമന കുബേരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്വയംവര പുഷ്പാഞ്ജലി, ദുരിതഹര പുഷ്പാഞ്ജലി, ലളിത സഹസ്രനാമ പുഷ്പാഞ്ജലി തുടങ്ങിയ പ്രത്യേക പൂജകൾ പ്രതിഷ്ഠാദിനത്തിൽ നടന്നു. ഐശ്വര്യത്തിനും സൗഭാഗ്യത്തിനും സന്താനലബ്ധിക്കും മാംഗല്യത്തിനും ദീർഘായുസ്സിനും വിദ്യാഭ്യാസത്തിനും ഭക്തർ വഴിപാടുകൾ അർപ്പിച്ചു. പ്രസാദഊട്ടിലും മറ്റു ചടങ്ങുകളിലും നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗൾഫ് കേരള കപ്പൽ സർവീസ് നടപടികൾ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് സർവീസ് ആരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള യോഗ തീരുമാനത്തെ MDC നേതൃത്വത്തിൽ നടന്ന യോഗം സ്വാഗതം ചെയ്തു. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ മുഖ്യമന്ത്രിക്കും തുറമുഖ വകുപ്പ് മന്ത്രിക്കും സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം തിരുവനന്തപുരത്ത് നടന്നു. കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനും ബേപ്പൂർ തുറമുഖത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുമുള്ള യോഗ തീരുമാനത്തെ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷവലിയാർ C. ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, UAE കോർഡിനേറ്റർ CA ബ്യൂട്ടി പ്രസാദ്, ജോബ് കൊള്ളന്നൂർ എന്നിവർ സ്വാഗതം ചെയ്തു. എത്രയും വേഗം ആരംഭിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് യോഗ തീരുമാനത്തിന് നമ്മളെ അറിയിച്ചത്. അതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചാൽ അത് വളരെയേറെ ഗുണകരമായിരിക്കും. വിമാനയാത്രക്കാർക്ക് മാത്രമല്ല, കോഴിക്കോട് വലിയ വിമാന സർവീസ് നടത്തിയതിൻ്റെ പേരിൽ കാർഗോ കയറ്റുമതി വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അപ്പോൾ ചുരുങ്ങിയ നിരക്കിൽ യാത്രക്കാർക്ക് പോകാനും കഴിയും. കൂടുതൽ ലഗേജായിട്ട് 3 ദിവസം കൊണ്ട് അവിടെ എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കാർഗോ കയറ്റുമതി വളരെയധികം ഗുണകരമാകും. ബേപ്പൂർ, കൊച്ചി, ദുബായ് കപ്പൽ സർവീസിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ എല്ലാ അനുമതികളും നേരത്തെ ലഭിച്ചതാണെന്നും പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് സർവീസ് ആരംഭിച്ചാൽ വിമാന കമ്പനികളുടെ കുത്തക അവസാനിപ്പിച്ച് സാധാരണ യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ 3 ദിവസം കൊണ്ട് 200 കിലോ ലഗേജുമായി നാട്ടിലെത്താൻ കഴിയുമെന്നും യോഗം വിലയിരുത്തി. കപ്പൽ സർവീസ് ആരംഭിക്കാൻ കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ളയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ UAE പ്രതിനിധി സംഘം എല്ലാ സഹകരണങ്ങളും പിന്തുണയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുറ്റിച്ചിറ CSCO തെക്കേപ്പുറം കിസ്സ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 25-ന് ബറാമി ഹാളിലാണ് കിസ്സയും മറ്റ് പരിപാടികളും. പരിപാടികളുടെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പും പൊതുചടങ്ങിന്റെ ഉദ്ഘാടനം വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയും നിർവഹിക്കും. പഴയ കാലങ്ങളിലുള്ള വിവാഹത്തിന്റെ 50 വർഷങ്ങൾക്ക് മുമ്പ് തെക്കേപ്പുറം തറവാടുകളിൽ നടന്ന വിവാഹത്തിന്റെ പുനരാവിഷ്കരണം, ഡോക്യുമെന്ററി പ്രദർശനം, കുടുംബസംഗമം, തെക്കേപ്പുറം കിസ്സ തുടങ്ങിയാണ് തെക്കേപ്പുറം കിസ്സ. കിസ്സ പറഞ്ഞാൽ പല ആൾക്കാർക്കും സംശയമുണ്ടാവും. കാരണം കഥ പറയാ, സംസാരം, പഴയ കാലമുള്ള വിചാരം എന്ന് പറയും. അതാണ് തെക്കേപ്പുറം കിസ്സ. കുണ്ടുങ്ങൽ ബറാമി ഹാളിൽ ഫെബ്രുവരി 25-ന് ഞായറാഴ്ച രാവിലെ 10-ന് മേയർ ബീന ഫിലിപ്പ് തെക്കേപ്പുറം കിസ്സ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന പൊതുചടങ്ങ് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി ഉദ്ഘാടനം നിർവഹിക്കും. ഒപ്പന, വട്ടപ്പാട്ട്, കല്യാണം വിളിക്കാരിയെ ആദരിക്കൽ, പുതിയാപ്പിള വരവ് എന്നിവയുണ്ടാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാച്ചിയും കുപ്പായും അണിയുന്ന ആളുകൾ വളരെ കുറവാണ്. ഇനി ഈ ഒരു ജനറേഷനും കൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇനി വല്യമ്മമാരൊന്നും കാച്ചിയും കുപ്പായവും ആ ഒരു വസ്ത്രവിധാനത്തിലേക്ക് പോവില്ല എന്നുള്ളതാണ്. അപ്പോ ആ ഒരു വേഷത്തെ കൂടി ബഹുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർമ്മ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്
നമ്മൾ ഈ വല്യമ്മമാരെ ആദരിക്കുകയാണ്. ആ ആദരിക്കൽ ചടങ്ങും അവർക്കൊരു ഗിഫ്റ്റും ഒക്കെ ആയിട്ട് കിസ പറച്ചില്. സംഘാടക സമിതി ചെയർമാൻ സന്നാഫ് പാലക്കണ്ടി, ബ്രസീലിയ ഷംസുദ്ദീൻ, CEV അബ്ദുൽ ഗഫൂർ, PN റഷീദ് അലി, CPM സയ്യിദ് അഹമ്മദ്, C വഹീദ, ഫസീല തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അധ്യാപകർക്ക് പഠനോത്സവം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണകുമാരി ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം കോഴിക്കോട് URC സൗത്തിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കായി പഠനോത്സവം ഏകദിന അധ്യാപക ശില്പശാല സംഘടിപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണകുമാരി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ടീച്ചേഴ്സ് നമ്മൾ അവർ വളരെ ആക്റ്റീവും മറ്റുള്ളവർ ആക്റ്റീവ് അല്ല എന്നല്ല, എന്നുവെച്ചാൽ അങ്ങനത്തെ കുട്ടികളോടാണ് നിങ്ങൾ ഇടപഴകുന്നത്. അതായത് ഒന്നും അറിയാത്ത കുട്ടികൾ ഇങ്ങനെ രൂപം പെട്ട് വരുന്ന ആ ഒരു പ്രായം, അതിൽ നിങ്ങൾ കൊടുക്കുന്ന ആ എന്താണോ നിങ്ങൾ വിതയ്ക്കുന്നത് അതാണ് നമുക്ക് പിന്നീട് സമൂഹത്തിന് കൊയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ കഴിവുകൾ നന്നായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓരോ കുട്ടിയുടെയും, ചില കുട്ടികളുടെ മുൻബെഞ്ചിലിരുന്ന് വേഗം എല്ലാം വിളിച്ചു പറയുന്നത്, അതേസമയം പിൻബെഞ്ചിലിരിക്കുന്നവരൊരു പക്ഷേ വേറെ അവനറിയുന്നുണ്ടാവും, പറയാനുള്ള കഴിവുണ്ടാവില്ല. അതേസമയം ചില കുട്ടിക്ക് ഗ്രാസ്പ് ചെയ്യാൻ. URC സൗത്ത് ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രവീൺ കുമാർ V അധ്യക്ഷനായിരുന്നു. URC സൗത്ത് ട്രെയിനർ സുവർണ ചന്ദ്രോത്ത്, രാഗില, ജിൻഡോ ഫ്രാൻസിസ്, ശ്രീകല, ആതിര, ഉമൈ ബാനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ കോട്ടൺ ആൻഡ് സിൽക്ക് ലോക്ക് ഉത്സവ് കോഴിക്കോട് CSI ഹാളിൽ തുടരുന്നു. ഉപഭോക്താക്കൾക്കായി വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും കമനീയ ശേഖരവുമായി നടക്കുന്ന പ്രദർശന വിപണന മേള ഫെബ്രുവരി 25 വരെ നീട്ടി. രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ കൈത്തറി കരകൗശല വസ്തുക്കളുടെയും ആഭരണങ്ങളുടെയും പെയിന്റിങ്ങുകളുടെയും പ്രദർശനവും വിൽപ്പനയുമാണ് CSI ഹാളിൽ നടക്കുന്നത്. പരമ്പരാഗത കൈത്തറി ബെഡ്ഷീറ്റുകൾ, രാജസ്ഥാനിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നുമുള്ള സാരികൾ, മധ്യപ്രദേശിലെ സിൽക്ക് ചന്ദേരി സാരികൾ, ലക്നൌ ചിക്കൻ മെറ്റീരിയലുകൾ, കാശ്മീർ കുർത്തികൾ എന്നിവയുടെ ആകർഷകമായ ശേഖരം ഇന്ത്യൻ കോട്ടൺ ആൻഡ് സിൽക്ക് ലോക്ക് ഉത്സവ് മേളയിലുണ്ട്. राजस्थान बेडशीट, जयपुरी ज्वेलरीज, काश्मीरी कारपेट्स और हो गया बहुत चीज़ आपको इधर देखने को मिलता है. आप इधर CSI हॉल में आइए, बैंक रोड, नियर बैंक रोड में आप सभी का स्वागत है. आपको 20% डिस्काउंट भी मिलेगा इधर. സൂട്ടുകൾ, പഷ്മിന ഷോളുകൾ, പോച്ചമ്പള്ളി ഡിസൈൻ വസ്ത്രങ്ങൾ, കലംകാരി ബനാറസ് തുണിത്തരങ്ങൾ എന്നിവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. वहाँ की बहुत सारी फैब्रिक्स जो है कि ऑल ओवर वर्ल्ड में डिमांड है. जैसे कि ये मधुबनी साड़ी, तो मधुबनी साड़ी, मधुबनी पेंटिंग ऑल ओवर वर्ल्ड डिमांड है. इसे नेट पे सर्च करने पे भी जो है कि आपको आ जाता है कि हाँ मधुबनी पेंटिंग क्या है. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പരമ്പരാഗത പുരാതന ആഭരണങ്ങളാണ് മേളയിലെ മറ്റൊരു ആകർഷണം. കരകൗശല വസ്തുക്കൾ കൂടാതെ ഔട്ട്ഡോർ ചെടികളും ഫലവൃക്ഷ തൈകളും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. കൈത്തറികൾക്ക് 20% കിഴിവും കരകൗശല വസ്തുക്കൾക്ക് 10% കിഴിവും ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി എല്ലാവർക്കും പട്ടയം ഉറപ്പാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വീഡിയോ ചിത്രീകരണം പാടില്ലെന്ന CMD ശ്രീറാം വെങ്കിട്ടരാമന്റെ സർക്കുലറിനെതിരെ പ്രതിഷേധവുമായി യുവമോർച്ച. ഹിന്ദുത്വ അജണ്ട ഭരണഘടന മാറ്റാതെ നടപ്പാക്കാമെന്ന അഹങ്കാരമാണ് BJPക്കെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP. ജില്ലാ ഭിന്നശേഷി കായികോത്സവം ഫെബ്രുവരി 24-നും 26-നും വെസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൗണ്ടിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.